ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു HRI കടുവ. നമ്മളിന്ന് വ്യത്യസ്തതരമായിട്ട് നമ്മളിന്ന് കളിക്കുന്നതാണ് CS റാങ്ക്ഡ്. നമ്മളിന്ന് CS കളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയമണ്ട് 5th 5ാമത്തെ സ്റ്റാറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ GH എടുത്താൽ നമ്മൾ നേരെ തള്ളിക്കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ കവർ എടുക്കാതെ ഓടിച്ചെല്ലണം, നമുക്ക് ധൈര്യം തന്നെ. ഒറിജിനൽ നമ്മൾ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ നമ്മളെ ടീമേറ്റ് എടുത്തിട്ടുണ്ട്. വേർത്ത് നമുക്കിട്ട് നല്ല ഡാമേജ് വന്നു. നമ്മൾ നല്ലപോലെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ നോക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് വന്ന് അവന്മാരെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവന്മാർ റിവൈവ് ചെയ്യുന്നില്ല. റിവൈവ് കറോ റിവൈവ് റിവൈവ് ചെയ്ത് ഒന്നിട്ട് ഉമ്മ പോവാ ഗൈസ്. റിവൈവ് ചെയ്യാതെ കഷ്ടപ്പെട്ട് കുറേ ഡാമേജ് കൊടുത്ത് എന്നെ റിവൈവ് ചെയ്യുന്നില്ല. നമ്മൾ അതോട്ട് ചെല്ലുന്നു. ഒരുത്തിനും കൂടെ അല്ല, ഞാൻ മെഡിക്കറ്റൊക്കെ ലാഭിച്ച് ഇതിലേക്ക് വരുന്നു. അന്നേരം ഞാൻ ജയിപ്പിച്ചിട്ടുണ്ട്. ഗോഡാണ് ജയിപ്പിച്ചത്. ഗോഡ് ഞാനും കൂടെയാണ് കളി തുടങ്ങിയത്. എല്ലാം അടുത്ത റൗണ്ടിൽ നമ്മൾ നേരെ പാരഫാളിലോട്ടാണ് വന്നിരിക്കുന്നത്. 1400 രൂപ ആയിരുന്നു. 1400 രൂപ മൊത്തത്തിൽ നമ്മൾ പാരഫാൾ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടെ ചടി കയറി പോകാം. അവിടെ എനിമീസിനെ എടുക്കാം. ഗോഡ് ഇപ്പോഴും അലോക്കൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഗോഡിന് വാക്കിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒരുത്തനൊക്കെ രണ്ടാമത്തെ ഒരു കുമ്മനായിരുന്നു. എന്നാലും നമുക്ക് 2 കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളാണ് ജയിപ്പിച്ചത്. അല്ല, അതും ഗോഡ് തന്നെയാണ് ജയിപ്പിച്ചത്. ഗോഡിന് 2 കില്ലെടുത്ത്. ഗോഡാണ് ആദ്യം എടുത്തത്. അതാണ് മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും നമ്മൾ MP40 എടുത്തിരിക്കുകയാണ്. അപ്പോൾ MP40 പാരപാളുമാണ് കഴിയിരിക്കുന്നത്. പാരപാലും അത്യാവശ്യം നല്ലപോലെ പവറുണ്ട്. ഇപ്പോഴത്തെ എനിമീസ് ചാടി വരാനുള്ള സാധ്യതകൾ അധികമായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എനിമീസ് കാണുന്നില്ല. ഒരുത്തനില്ല ഗൈസ് ഇവിടെ. ഇതിനകത്ത് AW ആണ്. ഞാൻ പൊതുവെ AW വെച്ച് കളിക്കാറില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അവിടെയായിട്ടാണ് എനിമീസ് ഉള്ളത്. അത് നല്ലൊരു ഡ്രാഗ് ചെയ്തിടിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തൊരു ഹെഡ്. നമ്മൾ അടുത്തവൻ അവിടെ ഇവിടെയൊക്കെ 2 പേരൊക്കെ ഉണ്ട്. ഇവിടെ ഒരുത്തൻ പുറകെ വന്ന് നിൽക്കുന്നു. അവൻ നമ്മളങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നോക്കിയിട്ട് ആരോ റിവൈവ് ചെയ്തു. അവനവൻ ടീമേറ്റ് നോക്കിയിട്ടിട്ട് അവനും നോക്കായി. അവനെ വീണ്ടും റിവൈവ് ചെയ്തു. ഇവൻ ഒടുക്കത്തെ ഭാഗ്യാട്ടോ. റിവൈവിങ് ആണ്. ഗോഡ് എല്ലാവരും നോക്കണം. ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനാണ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ റിവൈവ് ചെയ്തത്. ഗോഡ് ഞാനും കൂടെ കളി തുടങ്ങിയിട്ട് ഗോഡ് പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ആയിട്ടാണ് എനിമീസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. 3 പേരുണ്ട്. അതാണ് പ്രശ്നം. തീർത്ത് ഞാൻ ടച്ച് ഇട്ട് ഓടി വന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് വന്ന്. ഓക്കെ, അതായത് 1 റൗണ്ട് അവന്മാർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത റൗണ്ടിൽ നമ്മൾ ഉറപ്പായിട്ടും പിടിക്കുന്നു. അറിയാലോ, പിടിച്ചിരിക്കും. ഇമോട്ടൊന്നും ആരും ഇടുന്നില്ല. ഇട്ടിട്ട് നമുക്ക് പവറാകായിരുന്നു. അതായത് ഈ റൗണ്ടിൽ നമ്മൾ ഗ്രോസാണ് എടുത്തേക്കുന്നത്. ഗ്രോസയ്ക്ക് മോളിൽ ഇരുന്നിരിക്കുകയാണ്. ഗ്രോസ് അടുത്ത് വെച്ചാലും ദൂരെ ഇരുന്നാലും 37 ഡാമേജും കാര്യങ്ങളും 37-41 കയറും. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ഗ്രോസ് തന്നെയാണ് എടുക്കാറ്. അയ്യോ 3 പേര്. യുവാള് പോലും വരുന്നില്ല ഗൈസ്. മെഡടിക്കോ 2 മെഡടിക്കോ. നമ്മൾ ട്രക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റി. എൻ്റെ മുന്നേ മെഡടിച്ച് കഴിഞ്ഞാൽ ഈ ഓസ്കാർ കൊണ്ട് ഞാനിപ്പോൾ ഓസ്കാറിൻ്റെ പവർ മാത്രമല്ല, ടച്ചുവിൻ്റെ പവറും കൂടെ യൂസ് ചെയ്യണേ. വേഗം ഓടാലോ. ഗോഡ് ഇവിടെ മാരക കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് മാരക കളി. അവിടെ ഗോഡ് സീൻ കിട്ടും. ഇനി 2 year 1 ആണ്.
അവിടെ അവനെ കൂടെ ഗോഡ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ടേക്ക് ഡൗൺ ആണ് ഗോഡിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഗോഡ് തന്നെ മൂന്നാമത്തെ റൗണ്ട് ജയിച്ചത്, മൂന്നാമത്തെ റൗണ്ട് ജയിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രോസ മേടിച്ച്, ഗ്രോസ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കിടന്നൊരു MP5 കിട്ടി. നമ്മൾ ഇതിൻ്റെ അകത്തോണ്ടിരുന്ന് അടിക്കാന്നുള്ള, പക്ഷെ ഇവിടെ കൂടെ തന്നെ എനിമീസ് വന്നോന്നില്ല. കൂടുതലല്ല കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്തൂടെ വരും. ഒരുത്തൻ ഇപ്പോഴേ നോക്കാക്കി. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണുള്ളത്? M80X നമ്മൾ ഗൈസ് ഒരു ഫുത്തിമാൻ, ഒരു ഫുത്തിമാൻ അവിടെ കൂടെ വരുന്നു. ഫുത്തിമാനെ നെല്ല്, ഫുത്തിമാൻ ഈസ് റണ്ണിങ്. ആ ഫുത്തിമാൻ നോക്ക്. ഇവൻ ഞാൻ ചത്തുന്നു. എന്തായാലും നമ്മൾ വിജയിച്ച് ഇതാ ഹീറോയ്ക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.